നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള ഒരു മാസം 27 നക്ഷത്രങ്ങളുമടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ മാസം 14-ാം തീയതി ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നു. 17-ന് സൂര്യൻ കന്നി രാശിയിലേക്കും 15-ന് രാത്രി ബുധൻ കന്നി രാശിയിലേക്കും 13-ാം തീയതി ചൊവ്വ തുലാം രാശിയിലേക്കും സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പൊതുവെ ഊർജ്ജസ്വലതയുടെ ഒരു മാസമാണ് എന്ന് പറയാം. പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആലസ്യവും വൈഷമ്യങ്ങളും തടസ്സങ്ങളുമൊക്കെ മാറി കുറച്ചുകൂടി മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അവസ്ഥ കൈവരികയും അതനുസരിച്ച് ഇവരുടെ കർമ്മമേഖലയിൽ മാനസികമായി ഇവർക്ക് കൂടുതൽ ഇടപഴകാൻ സാധിക്കുകയും അത് ശാരീരികമായ ഒരു പെർഫെക്ഷനിലേക്ക് ഇവരെ നയിക്കുകയും ചെയ്യുന്നു. ഫലത്തിൽ കർമ്മരംഗത്ത് ഇവർക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന രംഗം കുറച്ച് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ അമിതമായ പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കൂടുതൽ ഊർജ്ജസ്വലത പ്രകടമാകുന്നുണ്ട്. അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ കൂടുതലായി തങ്ങളുടെ സ്മാർട്ട്നെസ്സിനെ തങ്ങളുടെ കഴിവിനെ ആശ്രയിച്ച് അഹങ്കാരം ഉണ്ടാകുന്നത് കൊണ്ടോ ചിലപ്പോൾ ചില ബന്ധങ്ങളിലെങ്കിലും അല്പം പിണക്കമോ പ്രശ്നങ്ങളോ മാറി നിൽക്കലോ ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ചും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി സ്വന്തം കുടുംബത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ മാറി നിൽക്കേണ്ടതായി വരുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നുമല്ലാതെ സാധാരണ നിലയിൽ തന്നെ വളരെ സ്മാർട്ടായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ കർമ്മരംഗത്ത് കൂടുതൽ അവർക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. കൂടുതൽ അവരുടെ ക്രിയാത്മകമായ സംഭാവനകൾ തങ്ങളുടെ കർമ്മരംഗത്ത് അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്കും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ചിലപ്പോൾ ചില യാത്രാ സംബന്ധമായോ അല്ലെങ്കിൽ ജോലി സംബന്ധമായുള്ള ചില പ്രത്യേക അവസ്ഥകളാലോ ചിലപ്പോൾ കുടുംബത്തോട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് വലിയ പരിഗണന കാണിക്കാൻ സാധിക്കണമെന്നില്ല. അതുപോലെ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇവർക്ക് വീട്ടിൽ പുതിയ ഫർണിച്ചർ വാങ്ങുക, അതുപോലെ തന്നെ കുടുംബത്തിൽ സന്താനങ്ങൾക്ക് പുതുവസ്ത്രങ്ങളും അതുപോലെ തന്നെ പുതിയ ആഭരണങ്ങളുമൊക്കെ വാങ്ങുക. ഈ നക്ഷത്രക്കാർക്ക് പോലും അവരുടെ തറവാട്ടു വീട്ടിലും സ്വന്തം വീട്ടിലും സന്താനങ്ങൾക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമൊക്കെ സന്തോഷകരമായി ജീവിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം സാമ്പത്തികമായും ഭൗതിക സാഹചര്യങ്ങളുമായുമൊക്കെ ഒരുക്കുക. അതുപോലെ തന്നെ ചില ഇഷ്ടപ്പെട്ട വിനോദ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക, കുടുംബം ഒരുമിച്ച് യാത്ര ചെയ്യുക, വളരെ വലിയ ഭക്ഷണശാലകളിൽ കയറാൻ സാധിക്കുക. അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായും ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു മാസം ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ ഓണമാണ് മലയാളികളുടെ. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിൽ അത് വരുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അത് വരുന്നത് കൊണ്ട് മിക്കവാറും എല്ലാവർക്കും അതിൻ്റേതായ ഒരു സന്തോഷവും ഇതുമൊക്കെ ഉണ്ടാകും. എന്നാലും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചില വ്യക്തികളെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കാരണം ഒരാഘോഷം തൽക്കാലം നമ്മെ മറപ്പിക്കും, നമ്മെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തും എങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അല്പം പരുങ്ങൽ ഉണ്ടെങ്കിലും ഈ ഒരു മാസത്തിൽ അവർക്ക് അത് വലിയ ഒരു തടസ്സമായി മാറുന്നതായി കാണുന്നില്ല. സാമ്പത്തിക ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സന്താനങ്ങളും അതുപോലെ മാതാവ്, മാതൃകുടുംബം, അതുപോലെ തന്നെ സ്വന്തം കുടുംബം, ഈ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിയും മക്കളുമൊത്തുള്ള സ്വന്തം കുടുംബം, ഇവിടെയൊക്കെ ആഘോഷങ്ങളുടെയും പുതു സമ്മാനങ്ങളുടെയും അതുപോലെ പുതിയ ഗ്രഹോപകരണങ്ങളുടെയും വാഹനത്തിൻ്റെയും വീട് മോടി പിടിപ്പിക്കലിൻ്റെയും ഒക്കെ ഒരു സന്തോഷം കാണുന്നുണ്ട്. അതേസമയം തന്നെ ആഴ്ചയുടെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി ഈ മേടക്കൂറിൽപ്പെട്ടവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപക്ഷെ ജീവിത പങ്കാളിയിൽ നിന്ന് അവർക്ക് അകന്നു നിൽക്കാം. അത് ഈ മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ഭാര്യ സാമീപ്യത്തിൽ നിന്ന് അകലാം. തിരിച്ച് സ്ത്രീ നക്ഷത്രക്കാരാണെങ്കിൽ അവരുടെ ഭർത്തൃ സാമീപ്യത്തിൽ നിന്നും അകലാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൻ്റെ ആദ്യ പകുതി ഉദര സംബന്ധമായ ചില അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വർദ്ധിക്കാനുള്ള ഇടയുണ്ട്. പ്രസവ സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ സർജറിയൊക്കെ നേരിടേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. എന്തായാലും ഗുണകരവും അതുപോലെ തന്നെ കുറച്ചൊക്കെ ശാരീരികമായ അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമെന്നേ കാണുന്നുള്ളൂ. നക്ഷത്രക്കാർക്ക് പൊതുവെ ഉദര സംബന്ധമായ പ്രശ്നം ഉണ്ടാകാം. ഈ മാസത്തിൻ്റെ പൊതുവേ ഉള്ള കാര്യമെടുക്കുമ്പോൾ ഇവർക്ക് നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്
4, 5, 6, 7, 8 ദിവസങ്ങളും പിന്നെ 10 ഏകദേശം ഒരു ഉച്ച 11 മണി അടുപ്പിച്ച് മധ്യാഹ്നം അതിന് ശേഷം 11, 12 വൈകുന്നേരം വരെയും ശേഷം 14 രാത്രി കഴിഞ്ഞ് 15, 16 അത് കഴിഞ്ഞാൽ പിന്നെ 21 വൈകുന്നേരത്തിന് ശേഷം 22, 23, 24, 25, 26 തീയതികൾ താരതമ്യേന മേന്മയുള്ളതാണ്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ മാസത്തിൽ സാമ്പത്തിക ദോഷങ്ങൾ വലുതായിട്ട് കാണുന്നില്ല. പൊതുവെ ഇവർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകുന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വിധത്തിലാണ് പ്രത്യേകമായ പ്രധാനപ്പെട്ട ചില ഗ്രഹങ്ങളുടെ നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോഴും തുടരുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ ദോഷം കാണുന്നില്ല. എന്നാൽ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ വിന്യാസം എടുക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൽ ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും പിതാവിന് അല്ലെങ്കിൽ മാതാവിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പണച്ചിലവ് കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ ഇവർക്ക് സാമ്പത്തിക ഗുണമുള്ളതുകൊണ്ടും പ്രവർത്തനങ്ങളിൽ വളരെ വിജയമുള്ളതുകൊണ്ടും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവർക്ക് കൂടുതൽ ധനപരമായ നേട്ടം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ തൊഴിൽ സംബന്ധമായ തടസ്സങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റെന്തെങ്കിലും മാറ്റിവെക്കലുകളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നു മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി. സെപ്റ്റംബർ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ കുറേ നാളായി മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ആക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക പരാധീനത ഈ കർമ്മരംഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് മുടങ്ങിക്കിടന്നിരുന്ന ഭാവത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ സാമ്പത്തികമായി ഒരു പിന്തുണ ശക്തമായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശത്രു പോലും മിത്രമായി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം മൂലം മാറി നിന്നിരുന്നവർ പിന്നീട് സഹകരിക്കുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ യാത്ര, വളരെ അപ്രതീക്ഷിതമായി ചില യാത്രകൾ തീരുമാനിക്കപ്പെടുന്നു. അത് വിജയമായി മാറുന്നു. ചില പുതിയ ആശയങ്ങൾ ഈ മുടങ്ങിക്കിടന്നിരുന്ന പ്രോജക്റ്റുകളിൽ പ്രയോഗിക്കുക വഴി കൂടുതൽ ഗുണകരമായി കാണുന്നുണ്ട് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ രണ്ടാം പകുതി. അതുപോലെ കടബാധ്യതയിൽ നിന്ന് മോചനം, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ പണമായാലും ദ്രവ്യമായാലും അത് തിരിച്ചു കിട്ടുന്നു. ചില ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ഉലച്ചിലൊക്കെ അവസാനിച്ച് ബന്ധങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. നയന സംബന്ധമായോ അല്ലെങ്കിൽ പല്ല്, മോണ ഈ ഭാഗങ്ങളിലോ ഇവർക്ക് എന്തെങ്കിലും അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ ദോഷമൊന്നും കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ചിലർക്കെങ്കിലും അവരുടെ മൂല കുടുംബത്തിൽ നിന്ന്, അതായത് തറവാട്ട് കുടുംബത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരാം. മാതാവിനോ അല്ലെങ്കിൽ പിതാവിനോ രക്ഷാകർതൃ സ്ഥാനത്തുള്ളവരുടെ ശാരീരിക അവശതയിലോ മറ്റ് പ്രശ്നങ്ങളിലോ ഇവർക്കെന്തെങ്കിലുമൊക്കെ മാനസിക വൈഷമ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. സന്താനങ്ങൾക്കും അത്ര നല്ലതല്ല, വളരെ ശ്രദ്ധിച്ചോളണം. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സന്താനങ്ങൾക്ക് ശാരീരികമായ അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മക്കളുമൊത്ത് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അമിത വേഗത പാടില്ല. ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളോ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇതുമായി പെരുമാറുമ്പോഴും സന്താനങ്ങളോട് വളരെ സൂക്ഷിക്കാൻ പറയണം. ഭാഗ്യം എന്ന് പറയുന്നത് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായി നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പക്ഷേ അമിതമായ വിശ്വാസവും അതുപോലെ തന്നെ എടുത്തുചാട്ടവും ഒഴിവാക്കണമെന്നു തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ശാരീരികവും മാനസികവുമായ എടുത്തുചാട്ടങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്ന് കാണുന്നു. ഈശ്വരാധീനം പൊതുവെ ഇവർക്കിപ്പോൾ ഉള്ളതിനാൽ കുടുംബത്തിലും അതുപോലെ തന്നെ ഇടപെടുന്ന സമൂഹത്തിലുമൊക്കെ തന്നെ ഇവർക്ക് ഗുണമാണ് കാണുന്നത് സെപ്റ്റംബർ മാസത്തിൽ. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. അടുത്തത് ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് വിദേശവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഗുണം വരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഇവരുടെ പ്രോജക്റ്റുകൾക്ക് കൂടുതൽ പ്രവർത്തനക്ഷമത അതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വളരെ മതിപ്പുണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 തീയതി, അതിനുശേഷം 6 ഉച്ച കഴിഞ്ഞ് 7, 8, 9, 10 സായാഹ്നം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ 12 വൈകുന്നേരത്തിന് ശേഷം 13, 14 രാത്രി വരെ. ശേഷം 17, 18
അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമുള്ളത് 24, 25, 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശനി 10-ൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ കണ്ടകശനിയുണ്ട്, ജന്മത്തിൽ വ്യാഴം. എന്നാൽ ശുക്രൻ്റെ നിലയും, ശുക്രൻ പകുതിയോടുകൂടി, മാസത്തിൽ പകുതിയോടുകൂടി അത് ചിങ്ങം രാശിയിലേക്ക് പോകുന്നുണ്ട്. അതുവരെ ശുക്രൻ്റെ ഗുണം ഇവർക്ക് കിട്ടും. അതുപോലെ തന്നെ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ബുധനുമൊക്കെ 4-ാം ഭാവത്തിലേക്ക് പോകുന്നത് കൊണ്ട് പൊതുവേ ഈ മാസത്തിൽ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവർക്ക് ഗുണകരമായിട്ട് വരും. പ്രത്യേകിച്ചും ശുക്രൻ്റെയും ബുധൻ്റെയും അനുഗ്രഹം കൊണ്ട്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മലഗ്നാധിപൻ ബുധനാകയാൽ കുടുംബത്തിൽ ഇവർക്ക് സന്തോഷകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആദ്യ പകുതിയിൽ ശുക്രനെ കൊണ്ടും, 5-ാം ഭാവാധിപനായതുകൊണ്ട് ഭാഗ്യാധിപൻ കൂടിയാണ് ശുക്രൻ, ആദ്യ പകുതിയിൽ ശുക്രനെ കൊണ്ടും രണ്ടാമത്തെ പകുതിയിൽ ബുധനെ കൊണ്ടും ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ കഴിവനുസരിച്ച് വീട് മോടി പിടിപ്പിക്കുക, അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം ഉള്ളതുകൊണ്ട്, ശുക്രൻ 2-ൽ നിൽക്കുന്നത് സാമ്പത്തിക നേട്ടം ചെയ്യും. കലാപരമായ സ്വന്തം കഴിവുകളാലോ അല്ലെങ്കിൽ കലാപരമായ കഴിവുകളാലോ അല്ലെങ്കിൽ സ്വന്തം കർമ്മരംഗത്ത് അവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന മേഖലകളിലോ ഒക്കെ ശോഭിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട് മോടി പിടിപ്പിക്കുക, വാഹനം അറ്റകുറ്റപ്പണികളൊക്കെ മാറ്റുക, അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുക, സുഹൃത്തുക്കൾ, കുടുംബത്തിൽ ധാരാളം ആവശ്യത്തിനനുസരിച്ചുള്ള പണം കൃത്യമായി ചെലവഴിക്കാനുള്ള അവസ്ഥയുണ്ടാവുക, സുഹൃത്തുക്കളുമൊത്ത് വിനോദസഞ്ചാരത്തിനോ അല്ലെങ്കിൽ മറ്റു ഉല്ലാസങ്ങൾക്കോ പോകാൻ സാധിക്കുക, പൊതുവെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ തങ്ങുന്ന ഇടങ്ങളിലെല്ലാം അവർക്ക് വ്യാപരിപ്പിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാർക്ക് അത്ര നല്ലതല്ല എന്ന് കാണുന്നു. അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്ക് ഇവരുടെ നല്ല കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇവരുടെ ഉയർച്ചയിൽ മനസ്സുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ചില അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ, സഹോദരന്മാർ, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ശാരീരികമായ ചില അവശത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അസിഡിറ്റി സംബന്ധമായോ അൾസർ സംബന്ധമായോ ഒക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യത ഇവർക്കൊക്കെ കാണുന്നു. പിതാവിനും അത്ര നല്ലതല്ല. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ, അതായത് സെപ്റ്റംബർ മാസം 15-നൊക്കെ ശേഷം പിതാവിനൊരു ശസ്ത്രക്രിയയുടെ ആവശ്യമൊക്കെ വന്നേക്കും എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ മാതാവിനോ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക അവശതയോ ശസ്ത്രക്രിയയ്ക്ക് വിധേയനേണ്ട അവസ്ഥയോ ഒക്കെ വരാം. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടെങ്കിലും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്ന് കാണുന്നുണ്ട്. അപകട സാധ്യതകൾ കാണുന്നു. അത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കുടുംബമൊത്ത് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണം. സ്വയം ഡ്രൈവ് ചെയ്തു പോകുന്ന വാഹനമായാലും ശരി, മറ്റൊരു വാഹനത്തിൽ സഞ്ചരിക്കുന്നതായാലും വലിയ കൂട്ടങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോഴുമൊക്കെ ഒരു ശ്രദ്ധ വേണമെന്ന് പറയുന്നു. വാഹനം സൂക്ഷിച്ചോടിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, തീ, ഇതുപോലുമൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധ വേണം. ത്വക്കിന് നിറമാറ്റം ഉണ്ടാകാനോ എന്തെങ്കിലും തരത്തിലുള്ള അലർജി അസുഖങ്ങൾ ഉണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട്. പിതാവിനും ഇത്തരം അവശതകൾ വരാനുള്ള സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ഇപ്പോഴും വെല്ലുവിളികളും തടസ്സങ്ങളും ഉണ്ട്. എന്നാൽ ഈ മാസം ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് മുന്നേറാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസത്തിലെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3 ദിവസങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ 8 ഉച്ച കഴിഞ്ഞ് 9, 10 സായാഹ്നം വരെ, 10 സായാഹ്നത്തിന് ശേഷവും 11, 12, അതായത് 8-ാം തീയതി ഉച്ച കഴിഞ്ഞ് 9, 10, 11, 12 വൈകുന്നേരം വരെയും, ശേഷം 14 രാത്രി കഴിഞ്ഞ് 15, 16, 19, 20, 21 വൈകുന്നേരം വരെയും. അത് കഴിഞ്ഞാൽ പിന്നെ 26 വൈകുന്നേരത്തിന് ശേഷം 27, 28, 29, 30 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൻ്റെ ഗുണം പൊതുവേ ഇവർക്ക് ആദ്യ പകുതിയിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മനസ്സിന് സമാധാനം കിട്ടുന്ന ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. തങ്ങളുടെ വ്യക്തിത്വം കുറച്ചുകൂടി നന്നായിട്ട് ഇവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. കൂടുതൽ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഇവരുടെ സൗന്ദര്യവും മനസ്സിൻ്റെ ശക്തിയും പുറമേ മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ ഇവർക്ക് കൃത്യമായി സാധിക്കുന്നു. മറ്റുള്ളവർ കണ്ടാൽ ഇവരുടെ പഴയ ക്ഷീണമൊക്കെ മാറി
കുറച്ചുകൂടി ഊർജ്ജസ്വലമായല്ലോ, കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി ചെയ്യുന്നുവല്ലോ, ഇവരുടെ രോഗാവസ്ഥയും മങ്ങലും ഒക്കെ മാറിയല്ലോ എന്നൊരു ചിന്ത വരത്തക്കവണ്ണം സ്വയം ഒരുങ്ങുവാനും സ്വയം മാനസികമായ തയ്യാറാകുവാനും ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കഴിവുള്ളവർക്ക് അവരുടെ കർമ്മമേഖലയിൽ ഏറ്റവും നന്നായി, പ്രത്യേകിച്ചും എന്തെങ്കിലുമൊക്കെ സ്കില്ല് ടാലൻറ്റഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ കർമ്മമേഖലയിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. സാമ്പത്തികമായി അധിക ചെലവ് ഈ മാസവും കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. എന്നാൽ വിദേശത്തു നിന്നോ അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിൽ നിന്നോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ ഇവരുടെ ജോലി സംബന്ധമായ കഴിവിലുള്ള മതിപ്പ് പ്രമാണിച്ച് വരുമാനം കൃത്യമായി വരാനോ അല്ലെങ്കിൽ വരുമാനത്തിന് വർധനവുണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട്. വിദേശത്തു നിന്നും ധനസഹായം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അത് കൂടുതൽ പ്രകടമായി കാണുന്നു. അതുകൊണ്ട് സെപ്റ്റംബർ 15 വരെ സാമ്പത്തിക നേട്ടത്തിന് വലിയ ഗുണം കാണുന്നുണ്ട്. എന്നാൽ മുഖം, കണ്ണ്, മോണ, പല്ല് ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് കാണുന്നുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ചൂട് മുഖത്തു തട്ടുകയോ കണ്ണുകൾക്ക് ചൂട് മൂലമുണ്ടാകാവുന്ന അസുഖമുണ്ടാകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ക്വാളിറ്റി മൊബൈൽസൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് ചെവിയോട് ചേർത്ത് സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം ഈ ഒരു അവസ്ഥയിലെന്ന് പ്രത്യേകം പറയുന്നു. അതുപോലെ തന്നെ ഇവർക്ക് സഹോദര സ്ഥാനത്തുള്ളവർക്കും അതുപോലെ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കൾക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കുമൊക്കെ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തങ്ങളുടെ കഴിവിനനുസരിച്ച് ചില പരീക്ഷകളൊക്കെ പാസ്സായി അതിൽ ജോലിക്ക് കാത്തു നിന്നിരുന്നവർക്ക് അതിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ത്വക്ക് സംബന്ധമായ രോഗമോ ഏതെങ്കിലും വിധത്തിലുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വരികയോ ചെയ്യാം. സഹോദര സ്ഥാനത്തുള്ളവർക്കോ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കോ എന്നൊക്കെ കാണുന്നുണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ചടുല സ്വഭാവം കാണിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കർക്കിടകക്കൂറിൽപ്പെട്ട രോഗാതുരരായ വ്യക്തികൾക്ക് വളരെ ശ്രദ്ധ വേണം. കാരണം എടുത്തുചാട്ടമോ അല്ലെങ്കിൽ തങ്ങളുടെ പോരായ്മകൾ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളോ ഒക്കെ, ശാരീരിക പ്രവർത്തനങ്ങളോ ഒക്കെ ചിലപ്പോൾ ചില അപകട സാധ്യതകളിലോ മജ്ജയോ എല്ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവയവങ്ങൾക്കോ ദോഷമുണ്ടാകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് ചെയ്യുക. തങ്ങളുടെ കുറവ് മനസ്സിലാക്കിക്കൊണ്ട്, ശാരീരിക അവശതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കർമ്മങ്ങളിലും ഇടക്കുക. അതിസാഹസികതകൾ പാടില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവേ ഇവർക്ക് അഷ്ടമത്തിൽ രാഹു ഉണ്ട്. ഭയപ്പെടുത്തുന്നതല്ല. അഷ്ടമം എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയും ഭയവും സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ദശാപഹാരങ്ങളോ ഛിദ്രങ്ങളോ ഈ പറയുന്ന കർക്കിടകക്കൂറിൽപ്പെട്ടവർക്ക് കടന്നു പോകുന്നെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ഭയം, പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മനസ്സിന് സ്വസ്ഥത കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകാം. ശ്രദ്ധിച്ചോളണം. എന്നാലും ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇവർക്ക് അത്തരം ആശങ്കകളിൽ നിന്നൊക്കെ മാറി മനസ്സിന് സന്തോഷം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിതാവിൻ്റെ ശാരീരികമായ അവശത ശ്രദ്ധിക്കണം. പിതാവിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരാനുള്ള ധനത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ ചിലപ്പോൾ കാലതാമസം നേരിടാമെന്ന് കാണുന്നു. ചിലവ് വർദ്ധിച്ചിരിക്കുമെന്നും കാണുന്നു. ചിലപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ ഒക്കെ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക്, കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാം. പക്ഷേ യാത്ര ഇവർക്ക് ചിലവ് വർദ്ധിപ്പിക്കും എന്നല്ലാതെ കൂടുതൽ മാനസിക സന്തോഷം നൽകും എന്ന് തോന്നുന്നില്ല. ഉടനെ ലാഭം കിട്ടാത്ത പ്രവർത്തനങ്ങൾക്ക് പണം മുടക്കേണ്ടി വരും. പൊതുവെ ചിലവൽപ്പം വർദ്ധിച്ചിരിക്കാം. ഏകദേശം അതിനനുസരിച്ച് വരുമാനവും വരും. എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ഊർജ്ജസ്വലമായി ധനം ഇവരിലേക്ക് വന്നു ചേരാം. കൂടുതൽ ആക്റ്റീവായി ഇവർ കർമ്മത്തിലൊക്കെ ഇടപെടുന്നത് കൊണ്ടായിരിക്കണം അത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഇല്ല, 1-ാം തീയതി രാത്രി കഴിഞ്ഞ് 2, 3, അത് കഴിഞ്ഞാൽ പിന്നെ 4, 5, 6 ഉച്ചവരെ, ശേഷം 10-ാം തീയതി സായാഹ്നത്തിന് ശേഷം 11, 12 വൈകുന്നേരം വരെ, 11, 12 വൈകുന്നേരം കഴിഞ്ഞ് 13, 14 രാത്രി വരെയും ഗുണമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടമുള്ള ദിവസങ്ങളാണ്. അധിക ചെലവിൻ്റെ ദിവസങ്ങളാണ് തുടർന്ന് വരുന്ന 14, 15, 16. പക്ഷെ നല്ല ദിവസങ്ങൾ പറയുമ്പോൾ അത് ഞാൻ പറയുന്നില്ല. 17, 18 നല്ല ദിവസമാണ്. ശേഷം 21 വൈകുന്നേരം, 22, 23, 21 വൈകുന്നേരത്തിന് ശേഷം 22, 23 നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഗുണമുള്ളത് 29, 30 ദിവസങ്ങളാണ്.
അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഈ ഒരു മാസം, സെപ്റ്റംബർ മാസം, ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചില ബന്ധങ്ങൾ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളാൽ ഉണ്ടാകുന്ന ചില അസഹ്യതകളും പ്രശ്നങ്ങളുമൊക്കെ ഒന്ന് ശമിച്ച് കൃത്യമായി ചില പാതകളിലൂടെ, കൃത്യമായ ചില മാറ്റങ്ങളിലൂടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീ ബന്ധങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ, ഇവരിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ഈ നക്ഷത്രക്കാർക്ക് കിട്ടുന്നതായി കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഇവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയോ, ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് വരുമാനമുണ്ടാക്കാനൊക്കെ പോകേണ്ടി വരുമെന്ന് കാണുന്നു. എന്തായാലും ചെറിയ ചില അസാന്നിധ്യങ്ങൾ തങ്ങളുടെ വീട്ടിലോ തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശത്തോ സെപ്റ്റംബർ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വരുമാനം പൊതുവേ ഈ വർഷം ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിലും അത് പ്രകടമാണ്. സാമ്പത്തികമായ വരുമാനം കാണുന്നുണ്ട്. ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടാനും സാധിക്കും. എന്നാൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ആശങ്കകളും തടസ്സങ്ങൾക്കുമൊക്കെ ശേഷമായിരിക്കും പലപ്പോഴും ഇവർക്ക് ചില കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുക. പ്രത്യേകിച്ചും സാമ്പത്തികമായ കാര്യങ്ങളും അഭിലഷിച്ചിരുന്ന കാര്യങ്ങൾ നേടുന്നതിലുമൊക്കെ ഈ ശങ്കകളും പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ വരും. അപവാദങ്ങൾ തൊട്ടുപുറകെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഏറ്റവും നിന്ദ്യമായ അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. ചെവി കൊടുക്കാതിരിക്കുക. കാരണം പറയേണ്ടവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതവരുടെ സ്വഭാവമാണ്. അവർക്ക് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ജീവവായു കിട്ടാത്തതുപോലെയാണ്. അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ വിട്ടേക്കുക. അവരെ കൊല്ലാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അവർ ജീവിച്ചു കൊള്ളട്ടെ. അപവാദങ്ങൾ പറഞ്ഞും വിമർശനങ്ങൾ പറഞ്ഞും അത് ഈ ഒരു ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അത് തൽക്കാലം സഹിക്കാനുള്ള ശക്തി ഈശ്വരൻ തന്നെ നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, 12-ലെ ശുക്രൻ ഇവർക്ക് പല പ്രവർത്തനങ്ങളിലും ഇവരുടെ സജീവ സാന്നിധ്യം ആവശ്യപ്പെടുന്നുവെങ്കിലും ഒടുവിൽ ചില വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നേക്കാം. എന്നാൽ സാമ്പത്തികമായിട്ടൊട്ടും ദോഷം വരത്തില്ല. വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ലഭ്യമാവും. പക്ഷേ മനസ്സ് ആകുലതപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും എന്തെങ്കിലുമൊക്കെ നിസാര കാര്യങ്ങളിൽ വിമർശിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ചും അവർ സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളിൽ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഏറ്റവും സജീവമായി പങ്കെടുത്തുകൊണ്ട് പ്രവർത്തിച്ചാലും കിട്ടാവുന്ന റിസൾട്ട് ഇത് തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വേണ്ടപ്പെട്ടവരും അല്ലാത്തവരുമൊക്കെ തന്നെ എതിർ കക്ഷികളിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്ത മറക്കാതിരിക്കുക. പക്ഷേ ആരോടും പ്രത്യേകിച്ചും പക പുലർത്തേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം കാലത്തിൻ്റെ ഓരോ മാറ്റങ്ങളനുസരിച്ച് വന്നും പൊയ്ക്കൊണ്ടുമിരിക്കുന്ന കാര്യങ്ങളാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും മുഖം അപകട സാധ്യതകൾ കാണുന്നുണ്ട്. കണ്ണ്, മൂക്ക്, അതുപോലെ തന്നെ കീഴ്ത്താടി, പല്ല്, മോണ, ചെവി ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാം. തലമുടിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. ചിലപ്പോൾ പല കാരണങ്ങളാലും മനസ്സ് ക്ഷുഭിതമായി പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരവസ്ഥ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാണുന്നുണ്ട്. കേസ്, വഴക്ക് കാര്യങ്ങളിലേക്കൊക്കെ അത് തിരിയാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ അഷ്ടമാധിപൻ നിൽക്കുന്നത് 11-ലായതിനാൽ ഓർക്കാപ്പുറത്തവർക്ക് പണം വരുന്ന കാര്യത്തിലൊക്കെ പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെങ്കിലും ഒടുവിൽ അത് ഇവർക്ക് വിജയമായി തന്നെ വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശരീരത്തിൻ്റെ ചൂട് വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഞാൻ പറഞ്ഞു കണ്ണ്, മൂക്ക്, നാക്കൊക്കെ ശ്രദ്ധിക്കണം. കൃത്യമായി ശരീരത്തിൽ ഈ തണുപ്പ്, അതായത് ശരീരത്തിൻ്റെ ഒരു ഉൾച്ചൂട് കുറയ്ക്കാൻ തക്കവണ്ണമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് ദ്രാവക രൂപത്തിലുള്ളതായാലും ശരി ഖരരൂപത്തിലുള്ളതായാലും ശരി, അകത്തേക്ക് ചെല്ലുന്നത് കുറവായതിനാൽ അതിൻ്റേതായ ന്യൂനതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വിരളമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങളിൽ വലിയ ദോഷം കാണുന്നില്ല. പക്ഷേ വിമർശനങ്ങൾ വരും. അതുപോലെ തന്നെ ബന്ധങ്ങളിലും വിമർശനങ്ങൾ ഉണ്ടാകും. മനസ്സറിഞ്ഞ് വരുന്നവർ വളരെ കുറവാണ്. എന്നാൽ പോലും ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സംതൃപ്തരാണ്. ഇവരുടെ പ്രവർത്തനങ്ങളിലെ വിജയവും വരുമാനത്തിലെ വരവും അഭിലഷിച്ചിരുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾക്കൊക്കെ അതിജീവിച്ചുകൊണ്ട് നേടാനുള്ള മനസ്സിൻ്റെ ഒരവസ്ഥയുമൊക്കെ ഇവർക്ക് സന്തോഷം നൽകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 7, 8 ഉച്ചവരെ, ശേഷം
12 വൈകുന്നേരത്തിന് ശേഷം 13, 14, 15, 16, അതിനുശേഷം 19, 20, 21 വൈകുന്നേരം വരെ, 24, 25, 26 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഈ മാസം ഇവർക്ക് പൊതുവെ ഗുണമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടമുണ്ട്. പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ അവർ ഇടപെടുന്ന ജോലിയിലോ മറ്റ് തൊഴിൽ മേഖലകളിലോ ഒക്കെ വൈഷമ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമെങ്കിലും, പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകുമെങ്കിലും ഈ മാസത്തിൽ ഇവർക്ക് സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കൃത്യമായ വരുമാനം കാണുന്നു. തങ്ങളുടെ കഴിവിനനുസരിച്ച് പണം വരും. ആ പണം ഉപയോഗിച്ച് ഇവർക്ക് ഇവരുടെ തൽക്കാല ആവശ്യങ്ങൾ ഏറ്റവും സുഭിക്ഷമായി നടത്താനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ബന്ധങ്ങളിൽ കൂടുതൽ ഉല്ലാസം, ബന്ധങ്ങളിൽ സന്തോഷം, കുടുംബത്തിൽ കുറച്ചുകൂടി സന്തോഷവും മനസമാധാനവും ഐശ്വര്യവും കളിയാടുന്നു. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാൻ സാധിക്കുന്നു. ഓരോരുത്തരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങിയ കാര്യമാണ് പറയുന്നത്. വലിയ സെറ്റപ്പിലുള്ള അവനവൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന എന്നാൽ സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ വാങ്ങുവാനും അങ്ങനെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനും സാധിക്കുന്നു കന്നിക്കൂറുകാർക്ക് ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പ്രത്യേകിച്ചും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് മനസ്സിന് സന്തോഷം നൽകുന്ന ഇടങ്ങളിൽ പോകാനും ഒരുമിച്ചിരുന്ന് സല്ലപിക്കാനും സാധിക്കുന്നതായി കാണുന്നു. നല്ല ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ട്. അതുപോലെ തന്നെ തീർത്ഥാടന സ്ഥലങ്ങളിലോ പിക്നിക്ക് പോലുള്ള സ്ഥലങ്ങളിലോ വളരെ ആനന്ദം ഉളവാകുന്ന പ്രദേശങ്ങളിലോ ഒക്കെ പോകാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. ജലക്രീഡകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാത്ര വളരെ സുഖകരമായി കാണുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ സന്താനങ്ങൾക്കുമൊക്കെ സന്തോഷത്തിന് വക നൽകുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായി കുറച്ച് പണം ഇവരിലേക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആരോഗ്യം ആണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ മുറിവോ അപകട സാധ്യതകളോ കാണുന്നുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. ഉയരങ്ങളിലേക്ക് കയറുമ്പോഴും സാഹസിക കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും തീയും ഇലക്ട്രിസിറ്റിയുമായും ഭാരമുള്ള മൂർച്ചയുള്ള വസ്തുക്കളുമായുമൊക്കെ ഇടപഴകുന്നവർ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ സാധാരണ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, അതായത് ഈ ജോലിയൊന്നും ഉപജീവനാർത്ഥം ചെയ്യാത്തവരും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണം എന്ന് പറയുന്നു. വരുമാനത്തിൽ വർധനവ് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ അത് താൽക്കാലികമായിരിക്കാം. എന്നാലും ഈ ഒരു മാസം അവർക്ക് വളരെ ഗുണം ചെയ്യുന്നു. വിദേശത്തു നിന്ന് ധനസഹായം വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിദേശത്തെ സുഹൃത്തുക്കൾ സമ്മാനങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒക്കെ ഇവർക്ക് അയച്ചു കൊടുക്കുമെന്നും കാണുന്നു. പൊതുവേ കുടുംബത്തിൽ അല്പസ്വല്പം അസ്വാരസ്യങ്ങളും ജീവിത പങ്കാളിയുമൊത്ത് ചില വഴക്കുകളുമൊക്കെ ഉണ്ടായിരുന്നത് തൽക്കാലത്തേക്കെങ്കിലും പ്രത്യേകിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ മാറ്റം വരുത്തുന്നതായി കാണുന്നു. സ്വന്തം ദേശത്ത് വരാനും സ്വന്തം കുടുംബാംഗങ്ങളോട് പങ്കെടുക്കാനുമൊക്കെ സാധിക്കുന്നതായി കാണുന്നുണ്ട്. ഉദര സംബന്ധമായ അസുഖവും അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞു ഭാരമുള്ള വസ്തുക്കൾ, അപകട സാധ്യതകൾ, സാഹസിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള ശ്രദ്ധയുമാണ് ആരോഗ്യ സംബന്ധമായും അതുപോലെ മറ്റു വിധത്തിലുള്ള ദോഷങ്ങളും ഇവരെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഉദരം പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതായത് വയറിൽ ചെറിയ ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ അതുപോലെ ജീവിത പങ്കാളിക്കും അത്ര നല്ലതല്ല ആരോഗ്യ സംബന്ധമായി, പ്രത്യേകിച്ചും മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷം. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 6 ഉച്ച കഴിഞ്ഞ് 7, 8, 9, 10 സായാഹ്നം വരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 14 രാത്രി കഴിഞ്ഞ് 15, 16, 17, 18, 21 വൈകുന്നേരം കഴിഞ്ഞ് 22, 23, 29, 30 ദിവസങ്ങൾ താരതമ്യേന മേന്മയുള്ള ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും സൂക്ഷിക്കേണ്ട പ്രധാന കാര്യം ഗുണം ഉള്ള അവസ്ഥ തന്നെയാണ്. ശുക്രൻ നിൽക്കുന്നത് 10-ലാണ്. ചൊവ്വ അതുപോലെ നിൽക്കുന്നത് ആദ്യ പകുതിയിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നത് 10-ലും 11-ലും പിന്നെ 12-ലും വരുന്നു. അതുപോലെ തന്നെ ശുക്രൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിൽക്കുന്നത് 10-ലും പിന്നീട് 11-ലും വരുന്നു. സൂര്യൻ 11-ലും 12-ലുമായി മാസത്തിൻ്റെ ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും സഞ്ചരിക്കുന്നു. ബുധനും ഏകദേശം 11-ാം ഭാവത്തിലും പിന്നെ 12-ലും വരുന്നതായിട്ടാണ് ഉള്ളത്. ബുധൻ 12-ൽ നിൽക്കുന്നത് ദോഷമല്ല, 11-ൽ നിൽക്കുന്നതും ദോഷമല്ല. ശുക്രൻ 10-ൽ നിൽക്കുന്നത് നല്ലതല്ല. ശുക്രന് പിന്നെ ഈ പറയുന്ന തുലാം ലഗ്നത്തിൻ്റെ
തുലാം ജന്മലഗ്നമായി വരുമ്പോൾ അതിൻ്റെ അധിപനായതിനാൽ വലിയ ദോഷമൊന്നും ചെയ്യില്ല എന്ന് വേണം ചിന്തിക്കാൻ. എന്നാലും ശ്രദ്ധിക്കണം, ഈ തുലാക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളാൽ പ്രശ്നം, പ്രത്യേകിച്ച് കർമ്മരംഗത്ത്, അതുപോലെ തിരിച്ചും സംഭവിക്കാം. ശുക്രൻ 11 വരുമ്പോൾ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റായി കാര്യങ്ങൾ മാറുന്നു. സൂര്യൻ്റെ രാശിയിലാണെങ്കിലും ദാമ്പത്യ സംബന്ധമായ കുഴപ്പമുണ്ടാകുമെങ്കിലും സാമ്പത്തികമായിട്ടൊരു ദോഷവും 11 ശുക്രൻ വരുത്തില്ല. അതുകൊണ്ട് രണ്ടാം പകുതി കൂടുതൽ ശുഭകരമാണ്. എല്ലാത്തിനും പുറമെ 9 വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ചെറിയ ചെറിയ ദോഷങ്ങളെയൊക്കെ മാറ്റി ദൂരീകരിച്ചുകൊണ്ട് വ്യാഴം കൂടുതൽ ഗുണം ഇവർക്ക് കൊടുക്കുമെന്ന് തന്നെ കാണണം. ഈ മാസം ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. സന്തോഷകരമായ ദിവസങ്ങൾ തന്നെയാണ് ഈ സെപ്റ്റംബർ മാസത്തിലും ഇവർക്കുള്ളത്. ഈശ്വരാനുഗ്രഹം കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ, പുതിയ കച്ചവടം, ജോലിയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസ്ഥ അതൊക്കെ ഉണ്ടാകുന്നു. വിമർശനങ്ങൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടാകാമെങ്കിലും, അല്ലെങ്കിൽ കച്ചവട സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ചെറിയ പാകപ്പിഴകളൊക്കെ വരാമെങ്കിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ, പ്രത്യേകിച്ചും 14-ാം തീയതിക്ക് ശേഷം വളരെ ഗുണമാണ് കാണുന്നത്. എല്ലാം മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു. ജോലിയിലാണെങ്കിൽ അത് കുറച്ചുകൂടി പുരോഗതി പ്രാപിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ, അതായത് വരുമാനം ലഭിക്കുന്ന കച്ചവട രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിൽ അവിടെയും അവർക്ക് ഗുണകരമായ ഒരു മാറ്റമാണ് കാണുന്നത്. ബന്ധങ്ങളിലും കൂടുതൽ ഊർജ്ജസ്വലത കൈവരുന്നു. കൂടുതൽ സ്നേഹബന്ധങ്ങൾ അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഗുണമുണ്ടാകുന്നു. വീട്ടിലെ കാരണവസ്ഥാനത്തുള്ളവരും അതുപോലെ തന്നെ ഇവരുടെ ഉയർച്ചയിൽ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇവരുമായി നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. പൊതുവെ ഇവരുടെ ദോഷാവസ്ഥകൾക്ക് സുല്ലിട്ടതുപോലെയുള്ള ഒരു അവസ്ഥ ഈശ്വരൻ കൊണ്ടുവരുന്നതായി കാണുന്നുണ്ട്. ആശങ്കകൾ വിട്ടൊഴിയണം എന്ന് മാത്രമാണ് ഇവരോട് പറയാനുള്ളത്. വ്യാഴം എന്തായാലും രാഹുവിനെ നോക്കുന്നതിനാൽ ആശങ്കകൾ വിട്ടൊഴിയുക തന്നെ ചെയ്യും. അത് ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എപ്പോഴും മനസ്സിൽ കരുതിക്കൊള്ളണം. കാരണം വ്യാഴം അവിടെ നിന്നുകൊണ്ട് 5ലേക്കും അതുപോലെ തന്നെ 7-ാം ഭാവത്തിലേക്കും ഒക്കെ നോക്കുമ്പോൾ, 5ലേക്ക് നോക്കുമ്പോൾ അത് തുലാക്കൂറിൻ്റെ ജന്മത്തിലേക്കാണ് കിട്ടുന്നത്. 9ലേക്ക് നോക്കുന്നത് രാഹുവിനെയാണ് നോക്കുന്നത്. 3-ാം ഭാവത്തിലേക്കുമൊക്കെ നോക്കുന്നതുകൊണ്ട് പൊതുവെ ഇവരുടെ ഊർജ്ജസ്വലത, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും നേട്ടത്തിന് വേണ്ടിയും ഗുണത്തിന് വേണ്ടിയും മനസ്സിനെ ഒരുക്കി നിർത്തുന്നതിൻ്റെ സ്ഥൈര്യം, ആശങ്കകളും അതുപോലെ തന്നെ ഇവരുടെ പ്രാർത്ഥനകളുമൊക്കെ അങ്ങേയറ്റം നന്നായി ഈശ്വരപാദത്തിങ്കിൽ എത്താനും ഈശ്വരാനുഗ്രഹം നേടാനും മനസ്സിൻ്റെ ഭയം അകറ്റാനുമൊക്കെ രാഹുവിനെ വ്യാഴം നോക്കുന്നത് കൊണ്ട് തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കഴിഞ്ഞ കുറേ കാലമായി തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ശനി 6-ൽ നിന്നുകൊണ്ട് ഇവർക്ക് സമ്മാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദോഷങ്ങൾ കാണുന്നില്ല. മാസത്തിൻ്റെ 2-ാം പകുതി കൂടുതൽ ഗുണകരം. പണം പക്ഷേ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ അപകട സംബന്ധമായ കാര്യങ്ങൾക്കോ ചിലവഴിക്കേണ്ടി വന്നേക്കാം. ജീവിത പങ്കാളിക്ക് അത്ര നല്ലതല്ല ആരോഗ്യ സംബന്ധമായി. അതുകൊണ്ട് അതും ശ്രദ്ധിച്ചു കൊള്ളണം. ഇതാണ് പ്രധാനമായി പറയാനുള്ളത്. ചൊവ്വയുടെ നിലയായതുകൊണ്ടാണ് ഈ ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. തീ, അഗ്നി, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ സൂക്ഷിക്കണം ഒക്കെയാണ് പറയാനുള്ളത്. അതിസാഹസികത, അമിത വേഗത ഇതൊന്നും പാടില്ല. ഈ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1 രാത്രി കഴിഞ്ഞ് 2, 3, അത് കഴിഞ്ഞാൽ പിന്നെ 8-ാം തീയതി ഉച്ച കഴിഞ്ഞ് 9, 10, 11, 12, 17, 18, 19, 20, 21, 24, 25, 26, 29, 30 ദിവസങ്ങൾ ഗുണകരമാണ് താരതമ്യേന. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. എന്നാൽ 9-ലാണ് ശുക്രൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ. അത് കഴിഞ്ഞാൽ ശുക്രൻ 10ലേക്ക് പോകും. അപ്പോൾ ആദ്യ പകുതിയിൽ എന്തായാലും ശുക്രൻ്റെ ഗുണമുണ്ട്. 2-ാമത്തെ പകുതിയിൽ ബുധൻ 11-ലോട്ട് വരും, ചൊവ്വയും 11-ലോട്ട് വരും. 10-ൽ ചൊവ്വ നിൽക്കുന്നതും സൂര്യൻ്റെ രാശിയിൽ നിൽക്കുന്നതും അത്ര ദോഷമല്ല, എന്നാൽ വലിയ ഗുണവുമില്ല. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ശുഷ്കാന്തി, പ്രവർത്തിക്കാനുള്ള ത്വര, മനസ്സിൻ്റെ നൈരാശ്യമൊക്കെ മാറി കൂടുതൽ സ്മാർട്ടായി പ്രവർത്തിക്കാനുള്ള ശക്തിയൊക്കെ പ്രത്യേകിച്ചും ബന്ധുരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ചൊവ്വ സമ്മാനിക്കും. മാത്രമല്ല ജന്മലഗ്നാധിപൻ ചൊവ്വയാണ്. എന്നാൽ 11-ലോട്ട് പോകുമ്പോൾ അത് സാമ്പത്തിക നേട്ടത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കും. മാത്രമല്ല കൂടെ ബുധനുണ്ട്. 11-ൽ ഏത് ഗ്രഹം നിന്നാലും സാമ്പത്തിക നേട്ടം കൊടുക്കും. ബുധൻ ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമാധിപൻ കൂടി ആയതിനാൽ തടസ്സങ്ങൾ സാമ്പത്തിക രംഗത്തുണ്ടെങ്കിലും അതൊക്കെ തന്നെ മാറി ഇവിടെ വരവ് വർദ്ധിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ
8-ന് മരണത്തോടൊപ്പം ട്രഷർ എന്നൊരു അവസ്ഥ കൂടി, നിധിയുടെ സ്ഥലം കൂടി 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കണമെന്ന് പറയാറുണ്ട്. കാണാത്തിടമെല്ലാം 8, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളെ 8 കൊണ്ട് ചിന്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അകത്തുള്ള ശക്തി പുറത്തേക്ക് വരിക, അകത്തു മറിഞ്ഞു കിടക്കുന്ന നിധി, അതൊക്കെ 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. അപ്രതീക്ഷിതമായി വരുന്നത് മരണം, അതെല്ലാം 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ഇവിടെ 8-ാം ഭാവാധിപനായ ബുധനാണ് 11-ൽ സ്ഥാനബലത്തോടു കൂടി വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ചിലപ്പോൾ നിധി കിട്ടാം, ചിലപ്പോൾ ലോട്ടറി അടിക്കാം. അങ്ങനെ ഭാഗ്യം അനുകൂലമായി വരുന്നുണ്ട് മാസത്തിൻ്റെ 2-ാം പകുതിയിൽ വൃശ്ചികക്കൂറിന്. അതങ്ങനെ തന്നെ ആവട്ടെ, ഭാഗ്യമുണ്ടാവട്ടെ. കുറേ കാലമായിട്ട് അവർക്ക് ഓരോ തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. ശുക്രൻ്റെയും ബുധൻ്റെയും സൂര്യൻ്റെയും 10-ലെ നില ഇവർക്ക് ഗുണമാണ്. 10-ലെ കേതു കർമ്മങ്ങൾക്ക് വിഘാതം ഉണ്ടാക്കും, എന്നാൽ വിദേശവുമായി ബന്ധമുണ്ടാക്കാം. രാഹുവിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളതുകൊണ്ട് വിദേശ ബന്ധം, വൈദേശികമായ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കൽ, ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കേതു മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കേണ്ടത്. മാസത്തിൻ്റെ 2-ാം പകുതി സൂര്യനും ചൊവ്വയും ബുധനും ഒരുമിച്ച് 11-ൽ വരുന്നുണ്ട്. അത് നല്ലതാണ്. അപ്പോൾ പൊതുവേ ചൊവ്വ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കന്നിയിൽ നിന്ന് തുലാത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും 10-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും മാസത്തിൻ്റെ 2-ാമത്തെ പകുതിയിൽ 11-ലേക്ക് വരുന്ന ബുധനും ഒക്കെ സാമ്പത്തിക ഭദ്രത ഇവർക്ക് ഉറപ്പിക്കും. 12-ൽ ചൊവ്വ പോകുമ്പോൾ സ്വാഭാവികമായും കർമ്മ ഇവരുടെ ജന്മലഗ്നാധിപനാണ്. അതുകൊണ്ട് തന്നെ ശാരീരികമായ അവശതയ്ക്ക് വൃശ്ചികക്കൂറിന് വലിയ ദോഷമൊന്നും വരില്ല എന്ന് ചിന്തിക്കണം. എന്നാലും 6-ാം ഭാവാധിപത്യം കൂടി ഉള്ളതുകൊണ്ട് ഉദരസംബന്ധമായ എന്തെങ്കിലും പ്രശ്നമോ ശസ്ത്രക്രിയയോ ഒക്കെ ഉണ്ടായേക്കാം, ശ്രദ്ധിക്കണം. അതുപോലെ ജീവിത പങ്കാളിക്കും ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം. ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് 7-ാം ഭാവാധിപൻ കൂടി ശുക്രനാണ്. അപ്പോൾ അങ്ങനത്തെ ചില ചെറിയ പ്രശ്നങ്ങളെ വരാൻ സാധ്യതയുള്ളൂ. മാത്രമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് ചൊവ്വ തുലാം രാശിയിലേക്ക് 13-ാം തീയതി തൊട്ട് പോകുമ്പോൾ. അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വേണം ചിന്തിക്കാൻ. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പൊതുവേ അവർക്ക് ഗുണമാണ്. ഈ അപകട സാധ്യതകളൊക്കെ വളരെ ലഘുവായിട്ട് നേരിയ തോതിലെ ഇവരെ ബാധിക്കാൻ സാധ്യതയുള്ളൂ. കാരണം 7-ാം ഭാവാധിപനായ ശുക്രൻ്റെ രാശിയിലാണ് ചൊവ്വ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളിക്കുമൊക്കെ ചെറിയ ചില അസുഖങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ നിൽക്കുന്ന ചൊവ്വയെ വ്യാഴം വീക്ഷിക്കുന്നതിനാൽ ദോഷം കുറയും. അടുത്തത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളാണ്. 1-ാം തീയതി നല്ല ദിവസമാണ്. 4, 5, 6 ഉച്ചവരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതി സായാഹ്നത്തിന് ശേഷം 11, 12 വൈകുന്നേരം, 13, 14 വരെയും നല്ലതാണ്. 14 രാത്രി വരെ നല്ലതാണ്. ശേഷം 19, 20, 21 വൈകുന്നേരം വരെ. അത് കഴിഞ്ഞാൽ 21 വൈകുന്നേരത്തിന് ശേഷം 22, 23 സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാകാവുന്ന ദിവസങ്ങളാണ്. അത് കഴിഞ്ഞ് 26 വൈകുന്നേരത്തിന് ശേഷം 27, 28 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. സെപ്റ്റംബർ 24, 25, 26 ഇവർ ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള ദിവസങ്ങൾ. ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, അതുപോലെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ, അത് മാസപകുതിക്ക് ശേഷം 9-ലോട്ട് പോകും. അതുകൊണ്ട് പൊതുവേ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹമുണ്ട്. അഷ്ടമശുക്രൻ ദോഷം ചെയ്യില്ല. 9-ലെ ശുക്രൻ കൂടുതൽ ഗുണത്തെ ചെയ്യുകയും ചെയ്യും. മാസത്തിൻ്റെ 2-ാം പകുതിയോടുകൂടി ബുധൻ ഇവർക്ക് കന്നിയിലേക്ക് വരുന്നു. സ്വന്തം രാശിയിലേക്കാണ് വരുന്നത്. ബുധൻ ഉച്ചരാശിയാണ്. അപ്പോൾ പഠനം, അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിമുഖങ്ങളോ പരീക്ഷയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നന്നായി മാർക്ക് നേടാൻ സാധിക്കുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഏറ്റവും നന്നായി ഇവർക്ക് വ്യാപരിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജോലി രംഗം കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാനും തങ്ങളെക്കുറിച്ച് സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും മതിപ്പുണ്ടാകാനും പുരസ്കാരങ്ങളോ പ്രൊമോഷനോ ഒക്കെ കിട്ടാനുമുള്ള സാധ്യതയുണ്ട്. 9-ലെ ശുക്രൻ അവർക്ക് അനുഗ്രഹമായി നിൽക്കുന്നുമുണ്ട്. 8-ൽ നിന്ന് ശുക്രൻ 9-ലേക്ക് മാസം 14-ന് ശേഷം വരും. അപ്പോൾ സ്വാഭാവികമായും പകുതി എന്ന് തന്നെ പറയണം. അതുകൊണ്ട് മാസപകുതിയിൽ ശുക്രൻ്റെയും അതുപോലെ തന്നെ ബുധൻ്റെയും അനുഗ്രഹം ഇവർക്ക് കൂടുതലായി ഉണ്ടാവും. ചൊവ്വ 13-ന് ശേഷം തുലാം രാശിയിലേക്ക് പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് 11-ാം ഭാവമാണ്. അതായത് 5-ാം ഭാവാധിപനായ ചൊവ്വ 11-ലേക്ക് വരുന്നു. അപ്പോൾ ഭാഗ്യം ഉണ്ടാകുന്നു. ഭാഗ്യം കൊണ്ട് വർധനവ്, സാമ്പത്തിക വർധനവ്, സർവാഭീഷ്ടം, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ
ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. എന്തൊക്കെയാണോ അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത്, ആശങ്ക നൽകിക്കൊണ്ടിരുന്നത്, അതൊക്കെ ദൂരീകരിക്കപ്പെടുകയും അതൊക്കെ പരിഹരിക്കപ്പെടുകയും ഇവർക്ക് വരുമാന വർധനവും അഭിലഷിച്ചിരുന്ന കാര്യങ്ങൾ നേടാനും തടസ്സമുണ്ടായിരുന്ന കാര്യങ്ങളിൽ തടസ്സം മാറ്റി അനുകൂലമായി മാറാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ. ആദ്യ പകുതി വലിയ ദോഷമൊന്നും കാണുന്നില്ല. വ്യാഴത്തിൻ്റെ അനുഗ്രഹവും അതുപോലെ ശുക്രൻ്റെ അനുഗ്രഹവും ഉണ്ട്. എന്നാൽ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി തങ്ങൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലും താമസിക്കുന്ന ഇടത്തിലും തറവാട്ട് വീട്ടിലും മാതാവിനുമൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതയോ അവശതകളോ ഉണ്ടാക്കാം. എന്തോ ഒരു തരത്തിലുള്ള അസ്വസ്ഥത കുടുംബത്തിലോ തങ്ങുന്ന ഇടങ്ങളിലോ ഇവർക്കുണ്ടാകും. അതിന് ഈ 4-ലെ ശനി അത് പലപ്പോഴുമായി ചെയ്യും. എന്നാലും ഉത്സാഹവും മനസ്സിൻ്റെ ഈ നൈരാശ്യവും നിറഞ്ഞ മനസ്സിൻ്റെ അവസ്ഥകളുമൊക്കെ മാറ്റിക്കൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വെല്ലുവിളിയാർന്ന ഒരു ധൈര്യം രാഹു സമ്മാനിക്കും. അതുപോലെ തന്നെ ചൊവ്വയുടെ നിലയും, ചൊവ്വ ഇവർക്ക് 10-ലാണ്. അത് കഴിഞ്ഞ് മാസത്തിൻ്റെ പകുതിയിൽ 11-ലേക്ക് വരുന്നു. 10-ലും 11-ലും 10-ൽ ചൊവ്വ ഊർജ്ജസ്വലത നൽകും, 11-ൽ കൂടുതൽ ഗുണത്തെ നൽകും. അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ ഈ മാസം ദോഷമൊന്നുമല്ല, ഗുണമാണ്. പല കാര്യങ്ങളും നടക്കും, അഭിലഷിച്ചിരുന്ന കാര്യങ്ങൾ നടക്കും, തടസ്സപ്പെട്ടിരുന്നത് തടസ്സം മാറി നടക്കും, സാമ്പത്തിക വർധനവുണ്ടാകാം, പുതിയ താമസ സ്ഥലത്തിൻ്റെ എൻജോയ്മെൻറ്റ് കൂടുതലായി അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് പൊതുവെ ഗുണമായിട്ടാണ് കാണുന്നത്. ദോഷം എന്ന് പറയാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം പിതാവിന് ശാരീരികമായ അവശത വരാം. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ സൂര്യൻ 9-ൽ നിന്ന് 10-ലേക്ക് വരുന്നുണ്ട്. സൂര്യൻ 9-ൽ നിന്ന് 10-ലേക്ക് വന്നാലും കർമ്മരംഗത്ത് ദോഷമൊന്നുമില്ല. 9-ൽ സൂര്യൻ സ്ഥാനബലത്തോടെ നിൽക്കുകയാണ്. അവിടെ കേതു കൂടി ഉള്ളതുകൊണ്ട് പിതാവിന് ശാരീരികമായ അവശതയോ ത്വക്ക് സംബന്ധമായ രോഗമോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിനും ശ്രദ്ധിക്കണം. കാരണം നിൽക്കുന്നത് ശനിയാണ് 4-ാം ഭാവത്തിൽ. അതുപോലെ ഇവർക്കും ഈ ഹൃദയം, അതുപോലെ തന്നെ നെഞ്ച്, ഈ ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ത്വക്ക് സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി രാത്രിക്ക് ശേഷം 2, 3, 6 ഉച്ച കഴിഞ്ഞ് 7, 8 ഉച്ചവരെ, 12 വൈകുന്നേരത്തിന് ശേഷം 13, 14, 15, 16, അത് കഴിഞ്ഞാൽ പിന്നെ 21 വൈകുന്നേരത്തിന് ശേഷം 22, 23, 24, 25, 26, ശേഷം 29, 30 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും വ്യാഴം 6-ലേക്ക് വന്നു. അതുപോലെ തന്നെ ശുക്രൻ 7-ൽ നിൽക്കുന്നതും നല്ലതല്ല. 2-ലെ രാഹു നല്ലതല്ല. അഷ്ടമത്തിൽ കേതുവും സൂര്യനും ഒരുമിച്ച് നിൽക്കുന്നു. സൂര്യന് ബലമുണ്ട്. സൂര്യൻ 9-ലേക്ക് പോകുന്നു മാസം പകുതിക്ക് ശേഷം. ശുക്രൻ 7-ൽ നിന്ന് 8-ലേക്ക് വരുന്നു മാസം പകുതിക്ക് ശേഷം. ചൊവ്വ 9-ൽ നിന്നും 10-ലേക്ക് വരുന്നു മാസം പകുതിക്ക് ശേഷം. ബുധനാണെങ്കിൽ 8-ൽ നിന്ന് 9-ലേക്ക് പോകുന്നു. ബുധൻ 8-ൽ ഒട്ടും ദോഷം ചെയ്യില്ല, മറിച്ച് ഗുണത്തെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവർക്കിപ്പോൾ മാസം പകുതി വരെ ബുധൻ്റെ ഗുണവും അതുപോലെ പകുതിക്ക് ശേഷം ശുക്രൻ്റെ ഗുണവും ഉണ്ടാവും. തീർച്ചയായും ശുക്രനും ബുധനും ആ വിധത്തിൽ ഇവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കും. സ്വന്തം കഴിവിനനുസരിച്ച് കർമ്മരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും. കലയുമായി ബന്ധമോ ജോലിയോടൊപ്പം സമാന്തരമായി എന്തെങ്കിലും വരുമാന മാർഗങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കലയുമായി ബന്ധപ്പെട്ടതോ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ക്രിയാത്മകമായ കർമ്മങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ഇവർക്ക് വരുമാന മാർഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ ഇവരെ നന്നായി സഹായിക്കുമെന്ന് കാണുന്നു. തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ജോലി സ്ഥലത്ത് ഇവർക്ക് വലിയ മതിപ്പും വിലയുമൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നു. ചില ദോഷങ്ങൾ സാമ്പത്തികമായിട്ടുണ്ടാകുമെങ്കിലും, സമയത്ത് കൃത്യമായി പണം കിട്ടാതെ വരുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും, 2-ാം പകുതിക്ക് ശേഷം, മാസത്തിൻ്റെ 2ാമത്തെ പകുതിക്ക് ശേഷം ആ അവസ്ഥയൊക്കെ മാറുന്നു. സാമ്പത്തികമായ നേട്ടവും ഗുണവും ഉണ്ടാകുന്നു. ശക്തമായ ഊർജ്ജസ്വലമാർന്ന മനസ്സാണ് ഈ മാസത്തിലും ഇവരെ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഇവർക്ക് നല്ല ഉയരാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. കർമ്മരംഗത്തും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതി പിതാവിനത്ര നല്ലതല്ല. മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും മാസത്തിൻ്റെ ആദ്യ പകുതി നയനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹൃദയമോ ഞരമ്പുകളുമായി ബന്ധപ്പെട്ടോ അസുഖമുണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കണം. തീയുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിതാവിനും ഇതേ ശാരീരിക ഭാഗങ്ങൾക്ക് അസ്വസ്ഥതകളോ അവസ്ഥകളോ ദോഷാവസ്ഥകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു.
ഇവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി കൂടുതൽ ഊർജ്ജസ്വലമാണ്. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി റിസൾട്ടീവായ അവസ്ഥ, ഫലപ്രാപ്തിയുള്ള അവസ്ഥ ഉണ്ടാകുമെന്നും കാണുന്നു. സാമ്പത്തികമായി വലിയ ദോഷങ്ങളൊന്നും ഇല്ല. എന്നാൽ ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓരോ കാര്യങ്ങളും അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ചെയ്യണമെന്ന് പറയുന്നു. സെപ്റ്റംബർ മാസം മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി ഗുണമാണ്. അത് കഴിഞ്ഞാൽ 4, 5, 6 ഉച്ച വരെ, ശേഷം 8 ഉച്ച കഴിഞ്ഞ് 9, 10 സായാഹ്നം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ 14 രാത്രി കഴിഞ്ഞ് 15, 16, 17, 18, ശേഷം 24, 25, 26, 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ വ്യാഴം, 6-ൽ ശുക്രൻ, മാസാവസാനം മാസത്തിൻ്റെ പകുതി 7-ലോട്ട് പോകും. 7-ൽ നിൽക്കുന്ന സൂര്യൻ മാസത്തിൻ്റെ 2-ാം പകുതി 8-ലോട്ട് പോകും. ബുധൻ കന്നിയിലോട്ട് പോകുന്നു, ബുധനും 8-ലോട്ട് പോകുന്നു. ബുധൻ്റെ 8-ലെ നില നല്ലതാണ്. പ്രധാനമായും ശുക്രൻ ഇവർക്ക് നിൽക്കുന്ന രാശി 6-ലായാലും 7-ലായാലും അത്ര ഗുണമല്ല. 5-ലെ വ്യാഴം ആണ് ഇവർക്ക് കൂടുതൽ അനുഗ്രഹമായി നിൽക്കുന്നത്. അതുപോലെ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനും അനുഗ്രഹമാണ്. സൂര്യൻ 8-ൽ പോകുന്നത് ശാരീരികമായി ഈ നക്ഷത്രക്കാർക്ക് നല്ലതല്ല. മേലധികാരികളോ അല്ലെങ്കിൽ അധികാരസ്ഥാനത്തുള്ളവരുമായി തർക്കമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പിതാവുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പിതാവിന് ആരോഗ്യ സംബന്ധമായും നല്ലതല്ല. ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ആരോഗ്യ സംബന്ധമായി ശാരീരികമായ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. പ്രത്യേകിച്ച് ഹൃദയമോ ഞരമ്പുകളോ കണ്ണുകളോ ആയി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാകാം. നേരത്തെ തന്നെ ഈ ശാരീരിക ഭാഗങ്ങൾക്ക് എന്തെങ്കിലും അവശത ഉണ്ടായിരുന്നവർക്ക് അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ഉള്ള യാത്രയോ അല്ലെങ്കിൽ ഈ മാസത്തിൽ ചിലപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാനോ ഒക്കെ സാധിക്കുന്നതായി കാണുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർക്കുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയ ചില മറുപടികൾ ഇവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാകും, എന്നാലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. ഈശ്വരാധീനം അതിനുണ്ട്. മാസത്തിൻ്റെ 2ാമത്തെ പകുതി കൂടുതൽ വൈദഗ്ധ്യത്തോടു കൂടി തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. വിദേശത്ത് പോയാൽ പോലും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവർക്ക് ഏറ്റവും നന്നായി, കർമ്മരംഗം ഏറ്റവും നന്നായി ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ആളുകളുടെ മതിപ്പ്, ജോലിയിൽ ഉറപ്പ്, ശമ്പളം ഇതൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും മാസത്തിൻ്റെ 2ാം പകുതിയിൽ കുറച്ചുകൂടി കർമ്മരംഗത്ത് ശോഭിക്കാൻ ഇവർക്ക് സാധിക്കും. കാൽപാദങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ, ത്വക്ക് ഇത്രയും ഭാഗങ്ങളിലാണ് ചെറിയ തോതിലെങ്കിലും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പോസിബിലിറ്റി ഉള്ളത്. സാധ്യതകൾ മാത്രമാണ്, ഭയപ്പെടുത്തലല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, അത് കഴിഞ്ഞാൽ 6 ഉച്ച കഴിഞ്ഞ് 7, 8 ഉച്ച വരെ, 10-ാം തീയതി സായാഹ്നത്തിന് ശേഷം 11, 12 വൈകുന്നേരം വരെ, അത് കഴിഞ്ഞാൽ 17, 18, 19, 20, 21 വൈകുന്നേരം വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 26 വൈകുന്നേരത്തിന് ശേഷം 27, 28, 29, 30 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. പക്ഷേ 5-ലാണ് ശുക്രൻ മാസത്തിൻ്റെ പകുതി വരെ സഞ്ചരിക്കുന്നത്. വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബുധൻ ഇവർക്ക് 6-ൽ സഞ്ചരിക്കുന്നു മാസത്തിൻ്റെ ആദ്യ പകുതി വരെ. 15-ാം തീയതിയെ പിന്നെ അത് 7-ലോട്ട് പോകും. ബുധൻ 6-ൽ സഞ്ചരിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നത്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയമെല്ലാം കാണുന്നു. ചൊവ്വ ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി കഴിയുമ്പോൾ അഷ്ടമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ മീനക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം പകുതിക്ക് ശേഷം ദാമ്പത്യ കാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ മാറി നിൽക്കലോ കലഹമോ വേർപിരിയലിൻ്റെ വക്കലിൽ നിൽക്കുന്നവർക്ക് അതിന് ആ ദുരന്തത്തിന് അല്ലെങ്കിൽ ആ ദോഷത്തിന് ആക്കം കൂടാനോ അല്ലെങ്കിൽ ഇരുവരും സമ്മതിച്ചുകൊണ്ട് പിരിയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി ലളിതമായ കാര്യങ്ങൾ നടക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി പ്രത്യേകം ശ്രദ്ധിക്കണം. മീനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർ മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ശാരീരികമായ അവശതയുണ്ടാകാം. പ്രത്യേകിച്ച് എല്ലിനോ
മജ്ജയ്ക്കോ മാംസത്തിനോ ഒക്കെ ദോഷമുണ്ടാകാം, പല്ലുകൾക്കുമൊക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. റിലേഷൻഷിപ്പ് അങ്ങേയറ്റത്തെ പവിത്രതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവർക്ക് വലിയ ദോഷമില്ല. നേരത്തെ തന്നെ പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ശുക്രൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ 6ലേക്ക് പോകുന്നതും കൂടെ കണക്കിലെടുത്തുകൊള്ളണം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശുക്രൻ പോകുന്നത് ചിങ്ങം രാശിയിലേക്കാണ്. ചിങ്ങം രാശിയിൽ ശുക്രൻ പോകുന്നത് ദാമ്പത്യത്തിൽ അത്ര നല്ലതല്ല. അതിനോടൊപ്പം തന്നെ ചൊവ്വയും 8ലോട്ട് പോകുന്നു. ഇത് സ്ത്രീകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. മീനക്കൂറിൽപ്പെട്ടവർ ഇവരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ജോലി സംബന്ധമായും വരുമാന സംബന്ധമായും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വലിയ ദോഷം കാണുന്നില്ല. ഭാഗ്യം അനുകൂലമായി നിൽക്കുന്നുണ്ട്. കുടുംബത്തിൽ ചില മാറ്റങ്ങൾ, വീട്ടിൽ ചില മാറ്റങ്ങളൊക്കെ വരാം. ചിലപ്പോൾ താമസസ്ഥലം മാറാം. ഇതൊക്കെ സംഭവിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 1-ാം തീയതി രാത്രി കഴിഞ്ഞ് 2, 3, 4, 5, 6 ഉച്ചവരെ, 8 ഉച്ച കഴിഞ്ഞ് 9, 10 സായാഹ്നം വരെ, 12 വൈകുന്നേരത്തിന് ശേഷം 13, 14 രാത്രി വരെ, ശേഷം 19, 20, 21 വൈകുന്നേരം, 21, 22, 23 ദിവസങ്ങളും, അത് കഴിഞ്ഞാൽ 29, 30 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. സെപ്റ്റംബർ മാസം എല്ലാവർക്കും നല്ലൊരു മാസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ശനീശ്വരനെ കൃത്യമായി ജപിക്കുക. ഓം ശനൈശ്വരായ നമഃ എന്ന് കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ നീരാഞ്ജനം കത്തിക്കുക. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസം ശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക്, ശനീശ്വരന്. അതുപോലെ തന്നെ കറുത്ത പട്ടുവസ്ത്രം സമർപ്പിക്കുക. കടുംപായസം കഴിപ്പിക്കാം. ഇതെല്ലാം ശനിദോഷ പരിഹാരത്തിന് വളരെ നല്ലതാണ്. ഓം നമോ നാരായണ ജപിക്കുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക മഹാവിഷ്ണു സ്വാമിക്ക്. അതുപോലെ തന്നെ പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ വളരെ നല്ലതാണ്. ഓം നമോ നാരായണായ എന്ന ജപം പരമപ്രധാനം. അതുപോലെ തന്നെ നാഗദോഷത്തിന് ഓം നാഗായ നമ എന്ന് ജപിക്കാം. നാഗങ്ങൾക്ക് 100 പാലും കൊടുക്കാം. അതുപോലെ കേതുദോഷത്തിന് ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമോ എന്നോ ജപിക്കുക. ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക, നാളികേരം മുടയ്ക്കുക. കേതുദോഷ പരിഹാരത്തിനും വളരെ നല്ലതാണ്. നന്ദി, നമസ്കാരം.